ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാനൊരു ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കുകൊണ്ടു. വളരെ വിരസമായി തുടങ്ങിയ ആ ആഘോഷത്തിൻ്റെ ഗതി പെട്ടെന്ന് മാറി. കാരണം ആരോ അനൗൺസ് ചെയ്തു, ആരോ വിളിച്ചു പറഞ്ഞു, സാന്താക്ലോസ് വരുന്നു. സാന്താക്ലോസ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ സംഗീതമായി മനുഷ്യരുടെ മനസ്സുണർന്നു. എല്ലാവരും സാന്താക്ലോസിനെ കാത്തിരിക്കാനായിട്ട് തുടങ്ങി. സാന്താക്ലോസ് എന്ന പേര് പോലും, സാന്താക്ലോസിൻ്റെ വേഷം കെട്ടി ഒരാൾ നമ്മുടെ മധ്യത്തിലേക്ക് വരുന്നത് പോലും എന്തൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മൾക്ക് നൽകുന്നത്. ഇങ്ങനെ ആയിരിക്കണം മനുഷ്യരായാൽ എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാലം കൂടിയാണ് ക്രിസ്മസ്. ഇങ്ങനെ പോസിറ്റീവ് വൈബ്, പോസിറ്റീവ് എനർജി മനുഷ്യർക്ക് കൈമാറാനായിട്ട് കഴിയുന്ന മനുഷ്യരാവുക. അപ്പോൾ ചോദിക്കും, എല്ലാ മനുഷ്യരും പോസിറ്റീവ് എനർജി കൊടുക്കുന്നവരല്ലേ എന്ന്. സ്കോട്ട് പെക്കിൻ്റെ ഒരു പുസ്തകമുണ്ട്, ദ പീപ്പിൾ ഓഫ് ലൈഫ്. അതിൽ അദ്ദേഹം പറയുന്നു, ചില മനുഷ്യർ ഈ പോസിറ്റീവ് എനർജിക്ക് പകരം മനുഷ്യരെ തളർത്തിക്കളയുന്ന രീതിയിൽ അവരോട് ഇടപഴകുമത്രേ. ഈ മനുഷ്യരെ അദ്ദേഹം പീപ്പിൾ ഓഫ് ലൈ എന്ന് വിളിക്കുന്നു. അതിനുള്ള കാരണമായി അദ്ദേഹം പറയുന്നത്, മനുഷ്യർ അടിസ്ഥാനപരമായിട്ട് സ്വാർത്ഥരാണ്. ഈ സ്വാർത്ഥതയിൽ നിന്ന് ബോധപൂർവം പുറത്തു വരാതെ തൻ്റെ സ്വാർത്ഥതയ്ക്ക് പിന്നാലെ മാത്രം ഒരാൾ ജീവിതം മുഴുവൻ ഓടിക്കൊണ്ടിരുന്നാൽ കുറേ കഴിയുമ്പോൾ അയാൾ തന്നെ തിന്മയായിട്ട് മാറുന്നു. പോസിറ്റീവായിട്ടുള്ള, മനുഷ്യരെ ഉത്തേജിപ്പിക്കുന്ന, മനുഷ്യരെ ആനന്ദിപ്പിക്കുന്ന സാമീപ്യത്തിന് പകരം മനുഷ്യരെ തളർത്തിക്കളയുന്ന സാമീപ്യമായിട്ട് അയാൾ മാറുന്നു. അപ്പോൾ ഈ സാന്താക്ലോസ് നമ്മളോട് പറയുന്നു, ഒരാൾക്ക് ഉണ്ടാകുവാനിടയുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള ആഗ്രഹമായിരിക്കണം എനിക്ക് ഒരു സാന്താക്ലോസായിട്ട് മാറണം എന്നുള്ളത്. എൻ്റെ ചുറ്റുപാടിലേക്ക് മനുഷ്യരെ ജീവിപ്പിക്കുന്ന, മനുഷ്യർക്ക് പ്രത്യാശയും ആനന്ദവും നൽകുന്ന ഒരു പോസിറ്റീവ് എനർജിയായിട്ട് മാറുവാനായിട്ട് എനിക്ക് കഴിയണം. അതിനെ ക്രിസ്തുവിലേക്ക് നോക്കിയാൽ മതി. ഈ മനുഷ്യാവതാരം തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. അവൻ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് നമ്മൾക്കായിട്ട് ജന്മമെടുത്തു, തന്നെ നമുക്കായിട്ട് പങ്കുവെച്ചു തന്നു. അതുവഴി അവൻ നമ്മളോട് ആവശ്യപ്പെടുന്നു, ബോധപൂർവം സ്വാർത്ഥതയിൽ നിന്ന് പുറത്തു വരാൻ. ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് അവൻ ഇല്ലായ്മയിൽ നിന്ന് എല്ലാം സൃഷ്ടിച്ചു എന്നാണ്. ഇല്ലായ്മയിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അവനെല്ലാം സൃഷ്ടിച്ചു. അവൻ തന്നെ ദാനം ചെയ്തതിൻ്റെ അടയാളമാണ് ഈ സുന്ദരമായിട്ടുള്ള പ്രപഞ്ചവും നമ്മളുമൊക്കെ. അപ്പോൾ ദൈവവും ഈ പ്രപഞ്ചവും ക്രിസ്തുവുമൊക്കെ ചേർന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ദാനം കൊടുക്കുക, നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന് പുറത്തു വരിക. അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടിലേക്ക് സാന്താക്ലോസിനെ പോലെ പോസിറ്റീവ് എനർജി, മനുഷ്യർക്ക് ആനന്ദം നൽകുന്ന, അവരെ പ്രചോദിപ്പിക്കുന്ന ഊർജം നൽകാനായിട്ടാവും. അതിനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. ദൈവത്തിൻ്റെ നാമത്തിന് ഉപരിമഹത്വം ഉണ്ടാകട്ടെ.